കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മതേതരത്തിനേറ്റ മുറിവ്. എറണാകുളം അങ്കമാലി മേജർ അതിരൂപത. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ വർഗീയവാദികളുടെ ആൾക്കൂട്ട വിചാരണയും അന്യായമായ അറസ്റ്റും ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും മതേതര ദർശനങ്ങൾക്കുമേറ്റ മുറിവെന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത. ഉത്തരേന്ത്യയിൽ മതപരിവർത്തനമെന്ന ആരോപണം ഉന്നയിച്ച് കത്തോലിക്ക വിശ്വാസത്തിനും മിഷണറിമാർക്കും നേരെ കാലാകാലങ്ങളായി തുടരുന്ന വേട്ടയ്ക്ക് സർക്കാരുകൾ കൂട്ടുനിൽക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് സംഭവം. വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കത്തോലിക്ക മിഷണറിമാരുടെ സേവന സന്നദ്ധത കൊണ്ട് അവിടുത്തെ ജനതയ്ക്കുണ്ടായിട്ടുള്ള നന്മകളെ മൂടിവെച്ചാണ് വർഗീയവാദികൾ ഇല്ലാക്കഥകൾ നിരത്തി ആക്രമണങ്ങൾ തുടരുന്നത്. അക്രമങ്ങളും കള്ളക്കേസുകളും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ ഭയപ്പെടുത്തി നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. വർഗീയ അജണ്ടകളുടെ ഭാഗമായുള്ള അതിക്രമങ്ങളും ഭീതി പടർത്തലും കത്തോലിക്ക മിഷണറിമാർ അതിജീവിക്കുക തന്നെ ചെയ്യും. അറസ്റ്റിലായ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ എളവൂർ കുന്നേൽ ഇടവകാംഗമായ ഗ്രീൻ ഗാർഡൻ സന്യാസിനി സിസ്റ്റർ പ്രീതി മേരി മാളിയേക്കലിൻ വീട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും കുരിയായിലെയും വിവിധ ഇടവകകളിലെയും വൈദികരും അൽമായ നേതാക്കളും സന്ദർശനം നടത്തി. കന്യാസ്ത്രീമാർക്ക് നീതി ലഭിക്കുന്നതിനായുള്ള പരിശ്രമങ്ങളിൽ കുടുംബത്തിനും സന്യാസിനി സമൂഹത്തിനും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും എറണാകുളം അങ്കമാലി മേജർ അതിരൂപത PRO ഫാദർ പോൾ മേലെടുത്ത് വ്യക്തമാക്കി.